മെഗാസ്റ്റാർ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. പറഞ്ഞു വരുന്നത് ഇരുവരുടെയും പൊതു സ്വഭാവത്തെക്കുറിച്ചാണ്. റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ മികച്ച നടന്മാർ മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ്. ഇക്കാര്യത്തിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ജെയിംസ് ആൻഡ് ആലീസിൽ സംഭവിച്ചത് 1ഉം 2ഉമല്ല 20 തെറ്റുകൾ. മലയാള സിനിമയിൽ റിയൽ ലൈഫ് കഥാപാത്രങ്ങളും ചരിത്ര ബന്ധങ്ങളുമുള്ള സിനിമകളും അധികമൊന്നുമില്ല. എന്നാൽ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരം ചിത്രങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളതും മമ്മൂട്ടിയും പൃഥ്വിരാജുമാണെന്നതിൽ സംശയമില്ല. മമ്മൂട്ടിയും പൃഥ്വിയും അവതരിപ്പിച്ച റിയൽ ലൈഫ് കഥാപാത്രങ്ങളും സിനിമകളും. ചോറും മീൻകറിയും പപ്പടവും പിന്നെ വർക്കൗട്ടും. പൃഥ്വി തനി കേരളീയൻ തന്നെ. മതിലുകൾ ബഷീറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മതിലുകൾ. ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയാണ്. കഥാപാത്രത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ചതിലൂടെ മമ്മൂട്ടി ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും നൽകി. ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡോക്ടർ BR അംബേദ്കർ. മമ്മൂട്ടി ഏറെ പ്രശംസ വാരിക്കൂട്ടിയ ചിത്രമാണിത്. മികച്ച നടനുള്ള ദേശീയ അവാർഡും ചിത്രത്തിലൂടെ മമ്മൂട്ടിക്ക് ലഭിച്ചു. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പഴശ്ശിരാജ. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച പഴശ്ശിരാജ എന്ന കഥാപാത്രത്തിന് പകരം വയ്ക്കാൻ മറ്റാരുമില്ല. ശരത് കുമാർ, കനിഹ, പത്മപ്രിയ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പൃഥ്വിരാജ് JC ഡാനിയലിന്റെ വേഷത്തിൽ എത്തിയ ചിത്രമാണ് സെല്ലുലോയിഡ്. പൃഥ്വിരാജിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. മൊയ്തീൻ കാഞ്ചനമാല പ്രണയത്തെ ആസ്പദമാക്കി RS വിമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് എന്ന് നിന്റെ മൊയ്തീൻ. ചിത്രത്തിൽ മൊയ്തീനായി പൃഥ്വിരാജിനെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല. അത്രയും മികച്ചതായിരുന്നു ചിത്രത്തിൽ പൃഥ്വിയുടെ പ്രകടനം.